റിമി ടോമി. എല്ലാവർക്കും നമസ്കാരം. അയ്യോ എന്ത് രസമാണ് തിരുവനന്തപുരക്കാരെ. ഭയങ്കര ക്രിസ്മസ് തുടങ്ങിയോ? അപ്പോൾ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. നല്ല റിമി ഒരു മലയാളം ഗാനം ക്രിസ്മസ് ഒക്കെ ആയിട്ട് അല്ലേ പ്രതീക്ഷിച്ചു. അവർക്ക് വേണ്ടി 2025 ഏറ്റവും സൂപ്പർ ഹിറ്റായ ഒരു ഗാനം. ഈ ഗാനം ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്നേഹിക്കുന്ന ആൾക്കാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇന്ന് എന്തും നമുക്ക് കിട്ടും, കാശ് കൊടുത്താൽ കിട്ടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്നേഹം. നല്ലൊരു സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ ഒന്ന് കൈ പിടിച്ചേ. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർ ചിലപ്പോൾ അടുത്ത ആൾ ഇല്ലായിരിക്കും, ചിലപ്പം വെളിയിലായിരിക്കാം, ചിലപ്പോൾ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കാം, ചിലപ്പം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. എനിക്ക് വേണ്ടത് ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. സ്നേഹിക്കുന്നവർ മാത്രം എടുത്താൽ പോരാ, മൊബൈലുള്ളവരും എല്ലാവരും എടുക്കണം. കാരണം ഇന്ന് ഇത് ചെയ്തില്ലെങ്കിൽ വലിയൊരു തെറ്റു ജോലിയാണ്. ഒരു പരിപാടി, ലൈറ്റ് കത്തിക്കുന്ന പരിപാടി, തിരി തെളിയിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതെടുത്തു, എല്ലാവരും എടുത്തു. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്നാ പാടിക്കോ. ഒന്ന് വീശി നോക്കി, എന്ത് രസമായിരിക്കും ഇങ്ങനെ. എവിടെയും പോണ്ട, നമുക്ക് ഇവിടെ തന്നെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. എന്തൊരു ചേലാണ്, നെഞ്ചില് നീരാണ്, എൻ്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. പുഞ്ചിരിക്കാറ്റേ, ആറും പൂമ്പാറ്റേ, കുരുന്നാറ്റേ, ഉത്തരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ. കിളിക്കൂമകളെ നീയലിയും പൂന്തണലാണ്, ഇലക്കുമ്പിളില നീതു തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്. ഒന്നിച്ചു പാടിയാലോ? ഇതിലെ വാ, ഇതിലെ വാ, കനവേ ചിറകുമാ, പകലേ വഴികളേ വീഴുപോലലയുവാ. കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂവേ, കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ. ഗമപപ്പക്കപ്പ, ഗമപപ്പക്കപ്പ, ഗമപപ്പ മദപപ്പ സസ്സനിദപപ്പ, ഗമപപ്പക്കപ്പ, ഗമപപ്പ സപ്പ, ഗമപപ്പ മദപപ്പ പദപവതി മധുരിസനിധി. നീല ഷർട്ടിട്ട ചേട്ടനൊരു താല്പര്യമില്ലല്ലോ, തോണ ഇഷ്ടല്ലേ? മുറ്റത്തൊരു കോണിൽ പച്ചപ്പനം വായിൽ ഇഷ്ടക്കുറുമ്പോടെ ചേർന്നിരിക്കാം. മുത്തുക്കലമാനീ തെറ്റിപ്പിണങ്ങാതെ മുത്തുമിഴിയോടെ ചേർന്നിരിക്കാം. ഓരോ
കള്ളിപ്പൂവേ കൺമാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കുമ്പിളില നീതു തരും തേൻകുടമാണ് അലിവോടെ തൊടും സാന്ത്വനമാണ്. ആ സൈഡുകാരെ കമോൺ. ഇതിലെ വാ ഈ സൈഡ് ഇതിലെ വാ കടവിലെ ചിറകുമാ കേൾക്കത്തില്ല പകലിലെ വഴികളിൽ വീഴുമ്പോൾ താങ്ക് യു എവിടെ കുറച്ചുകൂടെ കേട്ടില്ലല്ലോ. വല്ലപ്പോഴും അല്ലേ വരുന്നത്, ആ സ്നേഹം മൊത്തം ഇങ്ങോട്ട് കാണിക്കുകയും. ശരി, ഇപ്പം മലയാളത്തിൽ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, പഴയ പാട്ടുകളൊക്കെ തന്നെ പുതിയ സിനിമകളിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അത്തരത്തിൽ ഭയങ്കര ഹിറ്റായ, പണ്ടേ ഹിറ്റായിരുന്നു, പണ്ടേ ഗർഭിണി പിന്നെയും ദുർബല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു പാട്ടായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ ഈ ഗാനം. ഈ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് കൈയടിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇത് മനിതർ കാതലല്ല, അതെയും താണ്ടി പുനിതമാനത്. അതെയും താണ്ടി പുനിതമാനത് എന്ന് വെച്ചാൽ മനുഷ്യർ ഉണരൂ, ഇത് മനുഷ്യരുടെ സ്നേഹമല്ല, അതെയും താണ്ടി പുനിതം എന്ന് വെച്ചാൽ എന്താ പറ? അറിയില്ല, എനിക്കും അറിയില്ല, അതാ ചോദിച്ചേ. എന്നുവെച്ചാൽ എന്തോ ഭയങ്കര സംഭവം എന്നറിയാം, അത് മാത്രം ഒന്ന് പാടിയാൽ മതി കേട്ടോ. മനിതർ ഉണർന്നു കൊള്ള, ഇത് മനിതർ കാതലല്ല, അതെയും താണ്ടി. ബാക്കിൽ നിന്ന് നല്ല പാട്ടുകാരാ, ഫ്രണ്ടിലെങ്കിൽ ഞാൻ കേൾക്കുമെന്ന് പേടിച്ചിട്ടും അത്ര കേൾക്കുന്നുള്ളൂ. ഒന്ന് ആഞ്ഞു പിടിച്ച് എന്നെ തോപ്പിക്കുന്ന പാട്ടുകാരാന്ന് എനിക്കറിയാം, അധികം തോപ്പിക്കണ്ട, ഒരു മയത്തിലൊക്കെ. മനിതർ ഉണർന്നു കൊള്ള, ഇത് മനിതർ കാതലല്ല, അതെയും താണ്ടി. സൂപ്പർ. അഭിരാമിയെ താലാട്ടും സാമിയെ താൻ താനെ തിരിയുമാ, ശിവകാമിയെ ശിവനിൽ നീയും പാതിയെ അതുവും ഉനക്ക് പുരിയുമാ. അഭിരാമി ലാലിയെ ലാലി ലാലിയെ ശുഭലാലി ലാലിയെ ലാലി ലാലിയെ ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ ഞാൻ ഇങ്ങ് സൗഖ്യമേ. உன்னை எண்ணி பார்க்கையில் வார்த்தை கொட்டுது, அவ எழுத நினைக்கையில் கவிதை கொட்டுது. ஓஹோ அபிராமியே தாலாட்டும் சாமியே நான் தான தெரியுமா, சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. சுபலாலி லாலியே லாலி லாலியே അഭിരാമി ലാലിയേ ലാലി ലാലിയേ. ലിജോ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ്, നിങ്ങൾ നിർബന്ധിച്ച ലിജോ കമലഹാസൻ സാറിന്റെ സൗണ്ടിൽ അത് പറയും. വേണോ? വേണ്ട, വീണ്ടും വേണ്ടാന്നോ? ലിജോ ഒന്ന് ട്രൈ ചെയ്യൂ. മനിതർ ഉണർന്നുകൊള്ള, ഇത് മനിതർ കാതലല്ല, ഇത് മനിതർ കാതലല്ല, ഇത് മനിതർ കാതലല്ല, അവരെയും താണ്ടി പുനിതമാനത്. കൈയടിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല, പൊക്കോ. ഉഗ്രനായിട്ട് ചെയ്തല്ലേ, രജനികാന്ത് കലക്കി, സോറി കമലഹാസൻ കലക്കി. ഇത് മൊത്തം ഞാനിവിടെ ഇരിക്കുന്ന ഒരു പർദീസയിലാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് ദൈവം അനുഗ്രഹിച്ച് നല്ല സാമ്പത്തിക സ്ഥിതിയും പിന്നെ അത്യാവശ്യം മനസ്സമാധാനം ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഒരു പരിപാടി കൂടാനുള്ളൊരു മൂഡ് കിട്ടത്തുള്ളൂ. എത്ര പേര് കരഞ്ഞ് നിലവിളിച്ച് ചിലപ്പോൾ ഈ അപ്പുറത്തെ ഹോസ്പിറ്റലിലും കയ്യും കാലും വയ്യാണ്ട് മാരകമായ രോഗങ്ങളും ഒക്കെ വെച്ച് ദൈവം സഹായിച്ച് ഇതുവരെ നമുക്ക് അത്ര ഉണ്ട്, പ്രയാസങ്ങളില്ലാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ എന്നാലും ഇതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാക്സിമം സന്തോഷിക്കുക. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, സങ്കടങ്ങളില്ലാത്തവരായിട്ടുമില്ല. പക്ഷേ സന്തോഷം ചെറിയ കിട്ടുന്ന ക്രിസ്മസും ന്യൂ ഇയറും പിറന്നാളൊക്കെ കിട്ടുന്ന അങ്ങ് മാക്സിമം തകർത്തോണം. ഞാൻ ഉദ്ദേശിച്ചു വന്നത് ഈ പരിപാടിക്ക് എന്തായാലും വന്നു, പല വലിയ കാര്യങ്ങളും മാറ്റി വെച്ച് വന്നു. പക്ഷേ ഇത് മാക്സിമം മുതലെടുക്കേണ്ടത് ആരുടെ കടമയാണ്? നിങ്ങൾ. ആ ടെൻഷനും
ഇതെല്ലാം കൂടെ കസേര താഴോട്ടങ്ങ് ഇറക്കി വെച്ചിട്ട് നമുക്ക് മനസ്സറിഞ്ഞ് ഒരു കൈയുടെയും കൂടെ തന്നേ. ഇതെൻ്റെ വലതുവശവും ഇടതുവശവും തമ്മിലടുപ്പിക്കുന്ന ഒരു പരിപാടി എൻ്റെ പരിപാടിയിൽ സ്ഥിരമായിട്ടുള്ളതാണ്. എന്നിട്ട് ഈ ഇത്രയും നാളും നിങ്ങളുടെ ഈ തിരുവല്ലയിൽ ഉണ്ടാകുന്ന ഈ ഐക്യം ഞാൻ ഒരൊറ്റ പരിപാടി കൂടെ തകർക്കുക. അത് മാത്രമേ എൻ്റെ ഒരു ചെറിയൊരു ദുർദ്ദേശമുള്ളൂ. വലതുവശംകാർ കമോൺ, കൈയടിച്ചപ്പോൾ ഒച്ചയെടുക്കുക. കമോൺ വലതുവശം. ഓ എന്തൊരു എനർജി! ഇതിനെ തോൽപ്പിക്കാൻ ഇടതുവശത്തിന് പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ തോൽവി സമ്മതിച്ചോ? ഇടതുവശം കമോൺ. നനച്ചിരിക്കാത്ത ഒരു അറ്റാക്കായിരുന്നു. ഇടതുവശത്തിൻ്റെ ആഘാതം അത്രയ്ക്കുണ്ടായിരുന്നു. അത് വലതുവശത്തിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. സാരമില്ല, പാട്ടിൻ്റെ കാര്യത്തിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് നോക്കട്ടെ. ഇവിടെ ആരാരും എന്ന് പറയുമ്പം കരയുകില്ല എന്ന് പാടണം, ഇരുന്ന് കരയരുത്. നേരത്തെ ഒച്ചയെടുത്തില്ല അതേപോലെ. ചിരികൾ ആരാരും തടയുകില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ഒന്നും കൂടെ മത്സരം തരുക. ഇപ്പം ജയിച്ചിരിക്കുന്നത് നിങ്ങൾ കേട്ടോ. നിങ്ങൾ ഇവരെ തോൽപ്പിക്കണം. ഇങ്ങനെ നിങ്ങൾ ഇവരെ തോൽപ്പിക്കണം. ഇവിടെ ആരാരും ചിരികളാരും. ഓയോ മരിച്ചു കിടന്നിട്ടും അലറോ ഇവരെ തോൽപ്പിക്കണമെന്നുള്ള ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. വീണ്ടും ഇവർ ജയിച്ചോ? ഒരു കൈയ്യടി അടിക്കും നിങ്ങൾക്ക്. നിങ്ങളുടെ കാര്യം പറയണേ. വിഷമിക്കേണ്ട ഒരൊറ്റ ചാൻസ്. നാളത്തേക്ക് ഒച്ചയില്ലല്ലോ, സാരമില്ല. ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് കേട്ടോ. ഇവിടെ ആരാരും ചിരികളാരും. നിങ്ങൾ ജയിച്ചു കേട്ടോ. ഫ്രണ്ടിൽ ഇരിക്കുന്ന ചേച്ചിയൊക്കെ സാരി കൊണ്ട് കണ്ണീര് തുടക്കുന്ന കാണാൻ വയ്യ. ക്രിസ്മസ് ആയിട്ട് ചേച്ചി കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോകുന്നത്. പഴയ നോവിന്റെ കൈപ്പൊന്നം. പണ്ട് എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. നാളെ അടിപൊളി. പുതിയ ജന്മം ഇതാണ്. ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു ചേട്ടൻ നേരത്തോട് വിചാരിക്കുക, ഈ കുഞ്ഞാട് പണ്ട് എന്തോരോ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പൊ ഭയങ്കര ദൈവികത കൂടിയോ ധ്യാനമൊക്കെ കൂടി നന്നായെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുകയല്ലായിരുന്നു അല്ലേ ചേട്ടൻ? ഇപ്പൊ ഒതുങ്ങി എന്നല്ലേ വിചാരിച്ചല്ലേ? അങ്ങനെ ആയിപ്പോയിട്ടെ പ്രായം. തെളിയുന്നു, കാണാത്ത ലോകം നാം അണയുന്നു. ആഴങ്ങൾ തീരങ്ങൾ കടൽ പോലെ കഥകൾ നീളുന്നു. ഇവിടെ ആരാരും ചിരികളാരും. പഴയ നോവിന്റെ കൈപ്പൊന്നും. പുതിയ ജന്മം ഇതാണു. നെഞ്ചോര മോഹങ്ങൾ നിറയുമ്പോ നാം എല്ലാം ഈ മണ്ണിലൊരുപോലെ. നീ എന്നും ഞാനെന്നും തിരുവില്ല, ഉലകം ഒരുപോലെ. പാടുന്നോർ പാടത്തെ, ആടുന്നോരാടത്തെ, ചേരുന്നോരൊന്നായി ചേരട്ടെ. അതിന് കെൽപ്പുള്ള ഭൂമി. എല്ലാരും കൂടെ ചേർന്ന് മനസ്സിൽ ഇങ്ങനെ സന്തോഷം വരട്ടെ. ഇവിടെ ആരാരും ഉറക്കെ ചിരികളാരും.
പുതിയ ജന്മം ഇതാ. കൈയൊന്ന് പൊക്കി നോക്കിയാ പൊക്കാൻ പറ്റുമെന്ന്. ഈ ഓഡിറ്റോറിയം ഇളകണം, അത്ര ഒച്ചയിലടിക്കണം. കൈ പൊക്കിക്കേ. സൂപ്പർ. എംപുരാനേ